ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ഇന്ന് ജന്മാഷ്ടമിയാണല്ലോ. ജന്മാഷ്ടമി ദിനത്തിൽ ഭഗവാന്റെ കഥകൾ ശ്രവിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ആനന്ദത്തെ ലഭ്യമാകുന്ന ഒന്നാണ്. അത് നമുക്ക് അതിലേക്ക് ഒന്ന് ചരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. എവർക്കും ഭഗവാന്റെ കഥകൾ കേൾക്കുവാൻ വലിയ ഇഷ്ടമാണെന്ന് വിചാരിക്കണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ ശ്രവിക്കുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസന പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചരിക്കുകയാണ്. മധുരാപുരി ഒട്ടേറെ കൊച്ചു കൊച്ചു ദേശഭാവങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനഭാവമാണ്. അങ്ങനെയുള്ള മധുരയുടെ അധിപൻ എന്ന് പറയുന്നത് ഉഗ്രസേന മഹാരാജനാണ്. ഇതേ മധുരയിലെ ഒരു ഗ്രാമത്തലവനാണ് ശൂരസേനൻ എന്ന് പറയുന്ന യാദവ കുലനാഥൻ. അങ്ങനെയുള്ള ശൂരസേനൻ അതേപോലെ ഉഗ്രസേനൻ, ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സന്തതികൾ. ഒന്ന് ഉഗ്രസേനപുത്രൻ കംസമന്നവനും ശൂരസേനപുത്രൻ വസുദേവരും. ഈ ഒരു സാഹചര്യം നല്ല രീതിയിൽ ഭരണതന്ത്രങ്ങളുടെ പരിപൂർണതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ശൂരസേനൻ്റെ പുത്രനായിരിക്കുന്ന വസുദേവർക്ക് വിവാഹ കർമാദികളിലേക്കുള്ള സമയം അങ്ങോട്ട് ആഗ്രതമായിരിക്കുന്ന സാഹചര്യം. അദ്ദേഹം നോക്കിയപ്പോൾ നല്ലൊരു പത്നീപദത്തെ തനിക്ക് ലഭ്യമാകണം, അതിനു വേണ്ടിയിട്ടുള്ള ഉപാസനാ പദ്ധതികളൊക്കെ അനുഷ്ഠിച്ച് അതിൻ പ്രകാരമായിരിക്കാം കംസമന്നവൻ്റെ അല്ലെങ്കിൽ ഉഗ്രസേനൻ്റെ ജ്യേഷ്ഠനായിരിക്കണ ദേവകൻ്റെ പുത്രിയായിരിക്കണ ദേവകീദേവി അതീവ സുന്ദരിയാണ്. ഭാഗവതം വളരെയധികം തത്തുല്യമായ ഭാവത്തിൽ ഭഗവാനോടൊത്ത് വിശേഷിപ്പിക്കണം. അന്നേരം ഭഗവാൻ ആ ഗർഭപാത്രത്തിൽ വളരണമെങ്കിൽ അത്രയും സൗന്ദര്യവതിയായിരിക്കണം ദേവകീദേവി എന്നുള്ള ആ ചൈതന്യ സ്വരൂപം. അങ്ങനെയുള്ള ദേവകീദേവിയെ വസുദേവർ കാണുകയാണ്. കണ്ട മാത്രയിൽ തന്നെ അദ്ദേഹത്തിന് ആ കന്യകയെ തന്നിലേക്ക് പാണിഗ്രഹണം എത്തിക്കണം എന്നുള്ളത്, അല്ലെ പാണിഗ്രഹണം ചെയ്യണം എന്നുള്ളത് മനസ്സിലങ്ങോട്ട് കടന്നുപോയി. നല്ല രീതിയിൽ വിവാഹ കർമാദികളിലേക്കുള്ള ആ ഒരു തലാതലത്തിലേക്ക് പോകുമ്പോൾ അതിന് വീട്ടുകാരുടെ സമ്മതം വേണം, ബന്ധുക്കളുടെ സമ്മതം വേണം. അങ്ങനെയുള്ള കാര്യ പരിപാടികളെല്ലാം വസുദേവർ യഥാവിധി അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. ഉഗ്രസേന ജ്യേഷ്ഠ സഹോദരനായിരിക്കണ ദേവകൻ നോക്കിയപ്പോഴും തരക്കേടില്ലാത്ത ഫാമിലിയാണ്, അല്ലെങ്കിൽ തരക്കേടില്ലാത്ത കുടുംബമാണ്. നല്ല എന്തുകൊണ്ടും തൻ്റെ മകൾക്ക് ഒത്തിണങ്ങിയ ഒരു വരനാണ് എന്നുള്ളൊരു തോന്നലിൽ വസുദേവ ദേവകീ വിവാഹം അങ്ങോട്ട് നിശ്ചയിക്കുക. ഈ സമയത്താണ് കംസൻ്റെ മനസ്സിൽ തനിക്ക് വേറെ ആരുമില്ല, ഒറ്റവരായിട്ട് അല്ലെങ്കിൽ കൂടപ്പിറപ്പായിട്ട് വലിയ സംഖ്യകളൊന്നുമില്ല, പിന്നെ കൂടപ്പിറപ്പായിട്ട് മറ്റാരും ഇല്ല എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ കൂടപ്പിറപ്പ് എന്ന് പറയുമ്പോൾ തൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠനായിരിക്കണ അദ്ദേഹത്തിൻ്റെ പുത്രി ദേവകി തൻ്റെ സഹോദരിയാണ്. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നല്ല വന്നത് എങ്കിലും ഒരു കുടുംബത്തിൻ്റെ തായ് വഴിയാണ്. ആയതുകൊണ്ട് തന്നെ സ്വന്തം സഹോദര ഭാവത്തിൽ തന്നെയാണ് കംസന് ദേവകിയെ മറ്റൊരു ഗ്രഹത്തിലേക്ക് പറഞ്ഞു വിടുക എന്ന് പറയുമ്പോഴോ അദ്ദേഹത്തിന് മനസ്സിനങ്ങോട്ട് സങ്കല്പിക്കുവാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്.
ഇത്രയും നാളും അടിച്ചും ചിരിച്ചും കളിച്ചും എന്ന് വേണ്ട, അങ്ങനെയുള്ള കുസൃതികൾ കാട്ടിയും തങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ സഹോദരി ഇനിയുള്ള നാളുകൾ മറ്റൊരു ഗ്രഹത്തിൻ്റെ പരിഷ്കാരങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ മനസ്സ് അങ്ങോട്ട് വേദനാജനകമായി. മധുരയിൽ നിന്ന് ലക്ഷ്മി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ സങ്കല്പിക്കുവാൻ കൂടി കഴിയില്ല. എന്നിരുന്നാൽ തന്നെയും തൻ്റെ സ്നേഹഭാവം കംസൻ ഒരിക്കലും മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ്. തനിക്കുള്ളതിൻ്റെ പകുതി ഭാവമെല്ലാം തൻ്റെ സഹോദരിക്ക് കൊടുത്തു. സ്വത്തിൻ്റെ വകകളായിരുന്നാലും പിന്നെ കാലാൽപ്പടകൾ, അതേപോലെ തന്നെ ഗജങ്ങൾ, അതേപോലെ രത്ന പ്രൗഢികളാർന്ന ഒട്ടേറെ ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മവിധാനങ്ങൾ അദ്ദേഹം തൻ്റെ സഹോദരിക്ക് തനിക്കുള്ളതിൻ്റെ പകുതിയായിട്ട് തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ നല്ല രീതിയിൽ തൻ്റെ സഹോദരിയെ മറ്റൊരിടത്തേക്ക് അയക്കുവാൻ അല്ലെങ്കിൽ പണിഗ്രഹണം ചെയ്യുവാൻ അദ്ദേഹം നല്ല കർമ്മതലങ്ങളാണ് സന്തോഷാധിക്യത്താൽ ദേവിക്ക് ചെയ്യണത്. അങ്ങനെ വിവാഹത്തിൻ്റെ ദിനഭാവങ്ങളൊക്കെ അടുത്ത് വന്നു. യഥേഷ്ടം സജ്ജനങ്ങളെ ക്ഷണിച്ചു, ഗുരുക്കന്മാരെ ക്ഷണിച്ചു, പിന്നെ വിശിഷ്ടരായിട്ടുള്ള നൃപന്മാർ. അങ്ങനെ നല്ലൊരു സ്വയംവര ആഘോഷമായിരുന്നു. അങ്ങനെയുള്ള സ്വയംവരത്തിൽ അന്നേരം കംസൻ്റെ മനസ്സ് ഇടറി നിൽക്കുക. കാരണം തൻ്റെ സഹോദരി മറ്റൊരിടത്തേക്ക് പോകുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ തന്നിൽ നിന്ന് എന്തോ വേർപെട്ടു പോകുന്നത് പോലെ. ഇവിടെ വേദവ്യാസലിഖിതം വളരെ വ്യക്തമാക്കി ആ സഹോദര്യ ബന്ധഭാവങ്ങളെ വളരെ എടുത്ത് വരച്ച് കാട്ടിയിരിക്കുകയാണ്. കാരണം അങ്ങനെയുള്ള തലത്തിൽ ആ ഒരു ഹൃദയഭേദകമായ ദുരാവസ്ഥ അല്ലെങ്കിൽ ദുഃഖാവസ്ഥ അതെത്ര അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാലും അത് അങ്ങോട്ട് പൂർണ്ണതയിലെത്തിക്കുവാൻ സാധിക്കുകയില്ല. അത്ര കംസൻ വിഷമാധീതനായി നിൽക്കണ സാഹചര്യമാണ്. എന്നെ ചോദിച്ചു, എൻ്റെ കുട്ടിയെ ഞാൻ സ്വയംവര ഹാളിലേക്ക് തേർത്തെളിയിച്ചു കൊണ്ടുവരട്ടെ? ഇത് കേട്ടപ്പോൾ തിരികെയോ ദേവകീദേവി, അല്ലയോ ജ്യേഷ്ഠ, അങ്ങ് ചോദിക്കേണ്ട കാര്യമുണ്ടോ? എൻ്റെ സഹോദരനല്ലേ, എനിക്കെല്ലാം തരുന്നവനല്ലേ. കാരണം വളരെ വ്യക്തമായിട്ടുള്ള ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നിരിക്കണ ആ ഒരു തലാതലത്തിലേക്കാണ് വ്യാസൻ വളരെയധികം ഈ കർമ്മതലങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അന്നേരം സ്നേഹത്തിൻ്റെ മാധുര്യം അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്, സ്വയംവര ഹാളിലേക്ക് കൊണ്ടുപോവുകയാണ്. അന്നേരം വസുദേവ ദേവകീ വിവാഹം അങ്ങോട്ട് ഭംഗിയാർന്ന ഭാവത്തിൽ തന്നെ അനുഷ്ഠിച്ചു. യഥേഷ്ടം നല്ല സദ്യകൾ എന്ന് പറയുമ്പോഴോ പല വിധാനത്തിലുള്ള ഒരുക്കങ്ങളായിരുന്നു സദ്യകളിൽ തന്നെ വരുത്തിയിരുന്നത്. അതേപോലെ പല കൂട്ടം പായസ നിവേദ്യങ്ങൾ, പിന്നെയോ വരുന്നവർക്കെല്ലാം നല്ല വസ്ത്രവിധാനങ്ങൾ, ദക്ഷിണകൾ എന്ന് വേണ്ട കംസൻ തൻ്റെ ഉത്തരവാദിത്തം കൃത്യമായിട്ടും അനുഷ്ഠിച്ചു എന്നുള്ളതാണ്. അവിടെ സഹോദരിക്ക് ഒരു കുറവുമുളവാകരുത്. അന്നേരം വിവാഹ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞു. അന്നേരം തിരികെ പുറപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് വീണ്ടും ആശങ്കാകുലമായിട്ടുള്ള മനസ്സോടുകൂടി കംസൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ ദേവകി, ഞാനും കൂടി വന്നോട്ടെ, നിൻ്റെ ഭർതൃഗ്രഹത്തിൽ നിന്നെ ആക്കുന്നത് വരെ ഈ ഉള്ളവൻ തേർത്തെളിയിച്ചോട്ടെ എന്ന് ചോദിക്കണ ആ ഒരു ഭാഷ്യം. ഹൃദയ സ്ഫുടങ്ങളിൽ വിഷമഭാവങ്ങൾ നിലനിന്നിരുന്നു എങ്കിലും സന്തോഷഭാവത്തെ പ്രച്ഛന്നഭാവത്തിൽ അവതരിപ്പിച്ച് കംസൻ നേരെ എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? സർവ പരിവാരങ്ങളടക്കം വസുദേവ ഗ്രഹത്തിലേക്ക് പോവുകയാണ്. ഇങ്ങനെ പോകണ മാത്രയിലാണ് പെട്ടെന്നൊരു അശരീരി ലഭ്യമാകുകയാണ് കംസനിലേക്ക്. എന്താ? ആസ്യാസ്തു അഷ്ടമോ ഗർഭഹന്ത, അല്ലയോ കംസ മന്നവ, മുഠനായ കംസ,
നീ മനസ്സിലാക്കിയില്ലേ ഇവൾക്കുണ്ടാകണ അഷ്ടമപുത്രൻ? നീ ഇപ്പോൾ സന്തോഷഭാവത്താൽ കൊണ്ടുപോകണ ദേവകിയുടെ ഉദരത്തിൽ നിന്നും പിറവിയെടുക്കണ 8ാമത്തെ പുത്രൻ യാതൊരു സംശയമില്ല നിൻ്റെ അന്തകനാണ്. അതെ, ഇത് നമ്മളിലാ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. മരണം വരുമെന്നറിവ് വന്നിടുകിൽ, അന്നേരം അവിടെ ബന്ധങ്ങൾ മറയുമെന്ന. മരണം നമ്മളെ തൊട്ടില്ല എന്നുള്ള ഭാവത്തിൽ വരുമ്പോഴത്തേന് അതിന് തൻ്റെ സഹോദരങ്ങൾ മൂലമാകാം, അല്ലെ സഹോദരി മൂലമാകാം. ഇപ്പം അങ്ങനെയല്ലേ നടക്കാറുള്ളത്, കലികാലത്തിൽ അങ്ങനെയല്ലേ. അത് വേദവ്യാസലിഖിതം വളരെയധികം വർണ്ണിച്ചിരിക്കണു എന്ന് മാത്രം. അതുവരെ സ്നേഹലോലുപ ഭാവത്തിൽ അതേപോലെ വിഷമാധീനനായി നിന്ന കംസമന്നവൻ പെട്ടെന്ന് തനിക്ക് മരണം വരുമെന്നറിഞ്ഞ മാത്രയിൽ തേർത്തട്ടിൽ നിന്ന് ചാണ്ടിക്കയറി ഏറ്റവും പരമമായിട്ടുള്ള ആ സ്നേഹഭാവങ്ങളിൽ നിന്ന് മനസ്സിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രോധം ആകണ ഭാവത്തെ അങ്ങോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ടോ വാർമുട്ടികളെല്ലാം അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് പിണഞ്ഞ് തൻ്റെ കരവലയത്തിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ ആക്രോശഭാവങ്ങളാൽ ഒട്ടേറെ രീതിയിൽ അപഹാസ്യങ്ങൾ, അതിനുശേഷം ഉറയിൽ നിന്ന് തൻ്റെ വാള് വലിച്ചൂരി കൊല്ലുവാൻ നോക്കുകയാണ്. അതുവരെ മിണ്ടാതിരുന്ന വസുദേവർ അപ്പം പിടിച്ചു കംസൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അല്ലയോ മന്നവ, അങ്ങ് ചെയ്യുന്ന എന്തൊരു അപരാധവാ. അബലകളായിരിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ അവരെ വധിക്കുക എന്ന് പറയുക, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക എന്ന് പറയുന്നത് ബ്രഹ്മഹത്യാ പാപത്തെ ഉളവാക്കണമെന്നാണ്. ആ ബ്രഹ്മഹത്യാ പാപം അങ്ങേ യാതൊരു സംശയമില്ല എല്ലായ്പ്പോഴും അങ്ങയുടെ കൂടെ ഉളവാകും. അതുകൊണ്ട് അങ്ങ് അതിൽ നിന്ന് പിന്തിരിയുക. അങ്ങ് ഭയപ്പെടുന്ന ശാസ്ത്രഭാവം, അഷ്ടമപുത്രൻ ഞാൻ അങ്ങയുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ അങ്ങയുടെ വീട്ടിൽ വാസസ്ഥാനമാക്കിക്കൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാം. കുട്ടിയെ നിങ്ങൾക്ക് തന്നെ തന്നുകൊള്ളാം. അങ്ങയുടെ മരണഭീതിയും മാറും, ഞങ്ങളുടെ ജീവിതവും ശ്രേഷ്ഠമാകും. അതിൽ ഇത് പറഞ്ഞ മാത്രയിൽ മനസ്സൊന്ന് തണുത്തു. നേരെ മധുരാപുരിയിൽ തിരികെ കൊണ്ടുവന്നെങ്കിലും മനസ്സിൽ അങ്ങോട്ട് ഇനി രഹസ്യമായിട്ട് വെച്ചാലോ, തനിക്കുണ്ടാകുന്ന കുട്ടികളെ എങ്ങനെയാ കൊല്ലുക എന്ന് രഹസ്യമായിട്ട് വെച്ചാലോ എന്ന് വിചാരിച്ച് കൽത്തുറുങ്കിൽ കൊലയാളി പടകളെ അവിടെ അങ്ങോട്ട് കാവലുമാക്കി. ഓരോ കുഞ്ഞുങ്ങൾ ഉളവാകണ മാത്രയിൽ എൻ്റെ അടുക്കിലേക്ക് എത്തിക്കുക എന്നുള്ള കൽപ്പനയും കൊടുത്തു. അങ്ങനെ ആദ്യമായിട്ടൊരു പുത്രനുണ്ടായി കീർത്തിമാൻ. കാരണം കീർത്തിമാനെ ആദ്യമായിട്ട് കണ്ട മാത്രയിൽ നേരെ കൊലയാളിക്കൂട്ടർ ആ ശബ്ദഭാവങ്ങൾ ആ കൽത്തുറുങ്കിൽ ഇങ്ങനെ അലയടിക്കണ മാത്രയിൽ നേരെ എടുത്തുകൊണ്ട് ചെന്നു അമ്മയുടെ കൈകളിൽ നിന്ന് പിടിച്ചു പറിച്ചു ആ ചോര കുഞ്ഞിനെ. എന്നിട്ട് നേരെ കംസമന്നവൻ്റെ മുന്നിൽ കൊണ്ടുചെല്ലുക. നിഷ്കളങ്കമായ ആ കുഞ്ഞുമുഖം, ഒന്നും അറിയാതെ പ്രപഞ്ചത്തിലേക്ക് വന്നൊരു കുഞ്ഞിൻ്റെ മനസ്സ് എത്ര ദുഷ്ടനെ ആയാലും അവൻ്റെ മനസ്സ് നിരാകരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഇതുപോലെ കംസനെ ആ കുഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് എടുത്ത്, ഇവനല്ലല്ലോ തന്നെ വധിക്കുവാൻ പ്രാപ്തനാകണത്, അഷ്ടമത്തിൽ പിറവിയെടുക്കുന്നവനല്ലേ, ഇവനെ തിരികെ കൊണ്ടുപോയിക്കോളൂ, ഇവനെ കൊല്ലാൻ എനിക്ക് മനസ്സാവണില്ല. അതിന് അവിടെ ഹൃദയശുദ്ധിയാണ് കാണിക്കുന്നത്. അതിന് നമ്മുടെ മനസ്സ് ചില സമയങ്ങളിലാണ് എന്തായിത്തീരുന്നത്, കല്ലായിത്തീരുന്നത് എന്ന് ശാസ്ത്രം വ്യക്തമാക്കി തരിക. അല്ലെ ചില സമയങ്ങളിൽ അതുകൊണ്ട് കാമക്രോധസ്ഥത ലോഭ മതമാത്സര്യങ്ങൾ വെടിഞ്ഞ് യഥാത്മാ ദൃഢനിശ്ചയ, ആത്മാവിന് ദൃഢനിശ്ചയം ഉളവാക്കുക. ആ ഭാവത്തിലെത്തുമ്പോഴാണ് ഭഗവാന്റെ കർമ്മപഥങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുള്ളൂ. നേരെ തിരികെ എത്തിയെങ്കിലും കുഞ്ഞിനെ കിട്ടിയ സന്തോഷമൊന്നും വസുദേവർക്കും ദേവയ്ക്കില്ല. എന്താ കയ്യാലപ്പുറത്തിരിക്കണ തേങ്ങയുടെ അവസ്ഥയാണ്. ഇതെപ്പോഴാണ് അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ കുറേ നാളുകൾ അങ്ങോട്ട് മുന്നോട്ട് പോയ മാത്രയിലാണ് നാരദ മഹർഷി മധുരാപുരിയിൽ സന്ദർശനം നടത്തണത്. അന്നേരം അദ്ദേഹത്തിൻ്റെ ആ ലക്ഷ്യം കംസമന്നവൻ്റെ കൊട്ടാരമായിരുന്നു.
പിന്നെ നേരെ കംസമന്നവൻ്റെ അടുക്കൽ എത്തിയിട്ട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണ മാത്രയില്ല. ഒരു ആതിഥ്യ മര്യാദയുള്ളവനാ കംസമന്നവൻ. നാരദരെ യഥോചിതമായി സ്വീകരിച്ച് ഇരുത്തി പൂജനം ചെയ്ത് വിശിഷ്ട നൈവേദ്യങ്ങൾ കൊടുത്തു എന്നാണ്. അതായത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ തിരക്കി മാത്രയില്ല. നാരദര് കംസൻ്റെ മുൻജന്മ തലങ്ങളെക്കുറിച്ച് കാലനേമിയുടെ അടുത്ത ജന്മമാണെന്നും അതുകൊണ്ട് ഭീരുവാകരുതെന്നും ഒട്ടേറെ കർമ്മങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ ഈശ്വരകർമ്മം എല്ലാം മായയാണെന്നറിയുക കംസ. ഈശ്വരകർമ്മങ്ങളെല്ലാം മായയാണ്. ആയതുകൊണ്ട് ഈശ്വരഭാവത്തിൽ നിനക്ക് മായ വന്നിരിക്കണോ, അല്ലെങ്കിൽ നീ കബളിപ്പിക്കപ്പെട്ടിരിക്കണോ. ആയതുകൊണ്ടാണ് അഷ്ടമപുത്രൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കണോ. ഈ ഒന്നാമത്തെ പുത്രൻ അഷ്ടമനാക്കിയാലോ. നേരെ ഒന്ന് തിരിച്ച് ചിന്തിച്ചാൽ മതിയാകും. അന്നേരം ഈശ്വരലീലകളെ നമുക്ക് വിലയിരുത്തുവാൻ സാധിക്കുകയില്ല. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിലും ഉഷസിംഗം പ്രകാശിച്ചിടും. ദേവൻ സൂര്യനുദിക്കും ഈ കമലവും കാലേ വിടർന്നിടുമി. ഏവം മുട്ടിനകത്തിരുന്നളീ മനോരാജ്യം തുടർന്നിടവേ. ദൈവത്തിൻ മനം ഇതാര് കണ്ടാൻ പിഴുതാൻ ദന്തീന്ദ്ര പത്മിനി. കാരണം ദൈവത്തിൻ്റെ മനസ്സ് കാണുവാൻ സാധിക്കില്ല. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥതരങ്ങൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാകും. കാരണം എന്താ, ഒരു പൂവിൽ, താമരപ്പൂവിൽ തേൻ കുടിച്ചിരുന്ന വണ്ട് അത് സന്ധ്യയായ സമയമായപ്പോഴത്തേന് ആ തേനിൻ്റെ സുഹൃതഭാവത്തിലങ്ങ് രസിച്ചു പോയി. അന്നേരം രസിച്ചു പോയ മാത്രയിൽ സൂര്യൻ അണയുന്ന ഭാവത്തിൽ താമരക്കൂമ്പ് എന്താവും, ആ താമര പൂവ് കൂമ്പായി മാറും. അതിൽ പെട്ടുപോയി. അന്നേരം വിചാരിക്കുക, നാളെ എന്തായാലും ഭഗവാൻ ഉദിക്കാതിരിക്കുകയില്ല, അന്നേരം സംശയമില്ല താമര വിടരും, അന്നേരം തനിക്ക് രക്ഷപ്പെടാം എന്ന് മനോരാജ്യം കാണുക, മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക. പക്ഷേ ദൈവത്തിൻ മനമാര് കണ്ടാൻ. ഒരു ഗജം അല്ലെങ്കിൽ ആന വെള്ളം കുടിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുകയാണ്. അത് എത്തിച്ചേർന്ന മാത്രയിൽ അദ്ദേഹം അത് കുടിച്ചതിന് ശേഷം പിന്നെ ഈ ഗജ ഭാവങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. വയറ് നിറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ളതെല്ലാം തല്ലി ഉടച്ച് നശിപ്പിച്ച് അവിടെ കലക്കി മറിച്ച് പോവുക. അന്നേരം അങ്ങനെയുള്ള ഒരു ഭാവത്തിലെത്തിയപ്പോൾ ആദ്യം പിഴുതത് ഈ വണ്ടിരുന്ന താമര തണ്ടാണ്. അന്നേരം ഈശ്വരൻ്റെ മനസ്സ് കാണുവാൻ സാധിക്കില്ല. അന്നേരം ഭോഗാസക്തിയിൽ പെട്ടുഴലുന്ന ഭാവത്തിൽ ഭോഗമാകണ തേനിനെ നുകർന്നിരിക്കണ മനുഷ്യൻ കർമ്മഗതിയായിരിക്കണ ഈശ്വരനെ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ സംശയമൊന്നുമില്ല, പെട്ടെന്നാണ് ആത്മാവിന് സുഖമില്ലാത്ത മരണം, മൃത്യുദോഷം വന്നെടുക്കണത്. ആയതുകൊണ്ട് ഈശ്വരൻ്റെ മനസ്സിനെ കാണുവാൻ സാധിക്കില്ല. ആയത് കാരണം നീ ചെയ്തിരിക്കുന്നത് അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് എന്ത് വേണം, ഇപ്പം കീർത്തിമാനെന്ന് പറയുന്ന കുട്ടി ഉളവായിരിക്കണോ, അവനെ കൊന്നുകളഞ്ഞേക്കുക എന്ന് നാരദ നിർദ്ദേശം. കേട്ട മാത്രയിൽ തന്നെ കംസൻ മറ്റൊന്നും വിചാരിച്ചില്ല. എന്ത് ചെയ്തു, കൊലയാളിക്കൂട്ടർക്ക് കൽപ്പന കൊടുത്തു അവനെ കൊന്നുകളയാ. അന്നേരം അതിന് വേണ്ടിയിട്ട് ഇമാരിനി കൊന്നുകളഞ്ഞില്ലേലോ എന്നൊരു ശങ്ക കംസൻ്റെ മനസ്സിൽ ഇങ്ങനെ നിലനിൽക്കുക. കാരണം താനും കൂടെ പോയി എന്നുള്ളതാണ്. കാലെ അങ്ങോട്ട് പിടിച്ചു, അടിച്ചു, കൊന്നു. അങ്ങനെ ഇങ്ങനെ 6 കുഞ്ഞുങ്ങളെ യഥോചിതമായിട്ട് ആ മനസ്സ് കല്ലാക്കിക്കൊണ്ട് തന്നെ എന്തു ചെയ്തു, മൃത്യുപഥത്തിലെത്തിച്ചു. 7ാമത് ദേവകീദേവി ഗർഭം ധരിക്കുക. ഗർഭം ധരിക്കണ മാത്രയിൽ ഈ ഗർഭഭാവത്തെ, അന്നേരം ഇവിടെ നമ്മൾ നേരെ ദേവ സന്നിധിയിലെത്തുക. അവിടെ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കണം നാരായണൻ, ആദ്യ നാരായണമൂർത്തി തൻ്റെ ദേവതാ ദേവി ഭാവങ്ങളോടുകൂടി കൽപ്പന കൊടുക്കണോ, നിങ്ങൾ ഗോപാലവാസികളും ഗോപികാവൃന്ദമായും ഗോപബാലന്മാരായും
പിന്നെയോ യഥേഷ്ടം ഗോമാതാക്കളായും അതുപോലെ രുക്മിണിയാകണ ദേവി പരമമായിട്ട് ലക്ഷ്മിയായിരിക്കണ ദേവി രുക്മിണിയായും അതേപോലെ ചൈതന്യപൂരിതമായിരിക്കണ അനന്തൻ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായും എന്ന് വേണ്ട ഒട്ടേറെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഭഗവാൻ തൻ്റെ കൽപ്പന അങ്ങനെ നിറവേറണത്. അവിടുത്തെ ആ മീറ്റിംഗ് വളരെയധികം പ്രാതിനിധ്യത്തോടു കൂടിയാണ് ഭഗവാൻ ഓരോരുത്തരെയും തൻ്റെ ദൗത്യം അങ്ങടെ ഏൽപ്പിക്കണത്. അതിനൊരു കാരണം ഇല്ലാതെ കാര്യം ഉണ്ടാവില്ലല്ലോ. കാരണം ഉണ്ടാകണം. എന്തുകൊണ്ടാണ് ഭഗവാൻ ദ്വാപര യുഗത്തിൽ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രം 2-ാം പാദവും ചേരുന്ന രാത്രിയുടെ 2-ാം യാമഭാവത്തിൽ അർദ്ധരാത്രിയിൽ പിറവിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകണമല്ലോ. ഭൂമിദേവിക്ക് ഭാരം സഹിക്കവയ്യാതായി. കാരണം എന്താ? ആസുരിക കുലങ്ങൾ കാരണം. ആസുരിക കുലം എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ ഉളവായിരിക്കണ തിന്മകൾ, കാമക്രോധ അഷ്ടരാഗങ്ങൾ. ഇത് കാരണം ഭൂമിദേവിക്ക് ഭാരം താങ്ങുവാൻ സാധിക്കാതെ വന്നു. അത് തന്നെയില്ല, ഈ ജനിക്കണതല്ലാതെ മരണം സംഭവിക്കണില്ല. അതിനിപ്പോൾ എന്താ മാർഗം എന്ന് ചിന്തിച്ചിരിക്കണ സാഹചര്യത്തിൽ ഭഗവതി ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ച്, അന്നേരം പ്രാർത്ഥിക്കണ മാത്രയിൽ ബ്രഹ്മ നിർദ്ദേശമാണ് ദ്വാപര യുഗാധിപനായിട്ട് ഭഗവാൻ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കണ നാരായണൻ ശ്രീകൃഷ്ണ പരമാത്മാവായി വസുദേവ ദേവകീ ഗർഭപാത്രത്തിലൂടെ ഭൂമിയിൽ അവതാരം ചെയ്യണ മാത്രയിൽ അല്ലയോ ഭഗവതി, നിൻ്റെ ഭാരം കുറയുന്നതായിരിക്കും. ദുഷ്ടരെ ശിക്ഷിക്കുവാനും ശിഷ്ടരെ പരിപാലിക്കുവാനുമായി ഭഗവാന്റെ ആ ജനനഭാവം യാദവകുലത്തിൽ ഏറ്റവും പരമമായിട്ടുള്ള ഭാവത്തിൽ ദേവാദിദേവവൃന്ദങ്ങളോടൊത്ത് ഭൂമിയിൽ ഉളവാകുന്നതാണ്. അതുവരെ ഭഗവതി ക്ഷമിച്ചു കൊള്ളുക എന്ന് ഭഗവതിക്ക് നിർദ്ദേശം കൊടുക്കുക. അങ്ങനെ ഇത് മാത്രമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഈ അസുരപ്പടയുടെ ഗുരുനാഥൻ എന്ന് പറയുന്ന ശുക്രാചാര്യരാ. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് അസുരപ്പടയ്ക്ക് ജയവിജയങ്ങൾ ഉണ്ടാകണത്. ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിജയം വരിക്കുന്നതിനായിട്ട് ശുക്രാചാര്യ ദേവത എന്ന് പറയുന്നത് ശ്രീ പരമേശ്വരനാണ്. അന്നേരം പരമേശ്വരനെ പ്രാപിക്കുന്നതിലേക്കായിട്ട്, പരമേശ്വരനെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് കൈലാസയാത്ര നടത്തി ശുക്രാചാര്യർ. ഈ സമയത്ത് താനില്ലാത്ത ആ ഒരു ഭാവം അവിടെ ഉളവാകരുത്. അതിന് തൻ്റെ സ്ഥാനഭാവം ആരെ ഏൽപ്പിച്ചു? ശുക്രാചാര്യരുടെ മാതാവായിരിക്കണം കാവ്യാമാതാവിനെ ഏൽപ്പിക്കുക. ഏൽപ്പിച്ചിട്ടാണ് ശുക്രാചാര്യർ അന്നേരം ഒരു കർമ്മതലത്തിൽ നിന്ന് നമ്മൾ പിന്തിരിയുമ്പോൾ അവിടേക്ക് പകരത്തിനൊരാളിനെ ഉളവാകണം, അല്ലെങ്കിൽ പകരം ഒരാൾ ഉണ്ടായിരിക്കണം. അത് കാലത്തിൻ്റെ നിയമമാണ്. അന്നേരം ആ കാലത്തിൻ്റെ നിയമത്തെ ധന്യവൽക്കരിച്ചിരിക്കണോ ശുക്രാചാര്യർ? തനിക്ക് തന്നേക്കായിലും ശ്രദ്ധേയനായിട്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധയായിട്ടുള്ള തൻ്റെ മാതാവിനെയാണ് ആ കർമ്മത്തിനായിട്ട് അവിടെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് കൈലാസയാത്രയ്ക്കായിട്ട് അദ്ദേഹം യാത്ര തിരിച്ചത്. പക്ഷേ ഇത് അധിക നാളങ്ങോട്ട് പോയില്ല. കാരണം എന്താ? അസുരപ്പട വിജയത്തിൻ്റെ ആ മധുര ഇങ്ങനെ ഉദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് സച്ചിദാനന്ദ സ്വരൂപനായിരുന്ന നാരായണനെ ദേവന്മാർ സങ്കടം അറിയിച്ച മാത്രയിൽ ഇപ്പം ശുക്രാചാര്യരില്ല. അങ്ങനെ ആസ്ഥാനം ആരാ? കാവ്യാണ്, തൻ്റെ ഭക്തയാണ്. എങ്കിലും ഇപ്പോൾ മോക്ഷം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ദേവഭാവങ്ങളുടെ കാര്യം ഇല്ലാതെയാകും, അല്ലെങ്കിൽ നന്മയില്ലാതെയാകും, തിന്മയ്ക്ക് യഥേഷ്ട സ്ഥാനമാനങ്ങൾ ഉളവാകും. ഇത് മനസ്സിലാക്കിയ നാരായണൻ കാവ്യാമാതാവിനെ സുദർശന ചക്രത്താൽ ഇല്ലാതാക്കി. തൻ്റെ ഭക്തിയായിരുന്നു. പെട്ടെന്നാണ് താൻ വന്നത്. സരോവർ തീരങ്ങളിലെത്തി നല്ല ഭാവത്തില് ഭഗവാനെ
തീരുമാനമെടുത്ത ശുക്രാചാര്യർക്ക് അത് പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കണം. മാത്രയില് ശിരസ് വേർപെട്ട് കിടക്കുന്നത് കാണുവാൻ അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടിയാൽ കഴിഞ്ഞു എന്നുള്ളതാ. ഇത് കണ്ട മാത്രയില് ഇതിന് കാരണക്കാരനാര്? ഒരാളിനെ പോലും വേദനിപ്പിക്കാത്ത എൻ്റെ മാതാവിനെ ആരാണ് വേദനിപ്പിച്ചിരിക്കുന്നത് നോക്കിയപ്പോഴാരാ? സാക്ഷാൽ നാരായണ 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 നാരായണമൂർത്തിയാ. അത് നേരെ നാരായണൻ്റെ അടുക്കലേക്ക് യാത്ര തിരിച്ചു ശുക്രാചാര്യര്. ആ ചേതനയേറ്റ ശരീരഭാവം ഇങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദിച്ചു, അല്ലയോ നാരായണ, നിന്റെ ഭക്തിയായിരുന്നില്ലേ അവള്? എത്രമാത്രം ശ്രേഷ്ഠതയുള്ളവളായിരുന്നു. നാരായണ നാമം ജപിക്കാത്ത ഒരു ദിനഭാവങ്ങളില്ല. അങ്ങനെയുള്ള ഒരു ദിനം പോലും എൻ്റെ മാതാവിനില്ല. പക്ഷേങ്കിൽ നിഷ്കരണം നീ തുടച്ചു മാറ്റിയില്ലേ ഭൂമിയിൽ നിന്ന്. ആയതുകൊണ്ട് ഭൂമിയിലൊരു മനുഷ്യ ജന്മമായിട്ട് മനുഷ്യൻ്റെ എല്ലാ വേദനകളും അനുഭവിച്ച് നീ തിരികെ എത്തണം, എൻ്റെ ശാപം. അങ്ങനെ ഭൃഗു ശാപത്താലാണ് ഭഗവാൻ ചിങ്ങമാസത്തിൽ അസിതാഷ്ടമി രോഹിണി നക്ഷത്രം 2-ാം പാദം അർദ്ധരാത്രിയിൽ ഈ ഭൂമിയിലേക്ക് ഈ ദ്വാരകാപുരിയുടെ നാഥനായിരിക്കണ നാഥൻ അവതാരം ചെയ്യണത്. ഭഗവാന്റെ അവതാരഭാവങ്ങളാണ്. എന്നിട്ടോ കൽത്തുറുങ്കിലേക്ക് വരുന്ന മാത്രയിൽ ഇവിടെ നിർദ്ദേശങ്ങൾ കൊടുത്തു. അനന്തന് നിർദ്ദേശം കൊടുത്തു. എന്താ? 7ാമത് പിറവി എടുക്കണത് എൻ്റെ ജ്യേഷ്ഠഭാവമായിരിക്കണം. അല്ല, നേരെ ഭഗവാൻ അവിടെ നിന്നും ഒരു നിർദ്ദേശം വയ്ക്കുകയാണ്. അത് തന്നെയല്ല, വസുദേവ മറ്റൊരു പത്നിയായിരിക്കണ രോഹിണി മാതാവിലേക്ക് ആ ഗർഭഭാവത്തെ ആവാഹിച്ചങ്ങട് മാറ്റുകയാണ്. അതിനെ ആവാഹിച്ച് മാറ്റുക എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ശാസ്ത്രം എത്ര വിലപ്പെട്ടതാണ്. ഇന്ന് നടക്കണില്ലേ? നമുക്കത് ചിന്തിക്കുവാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം എന്താ, ഒരു പൂവിൽ നിന്ന് പൂമ്പൊടി മറ്റൊരു പൂവിലേക്ക് പരാഗരേണുമായിട്ട് ഒരു പൂമ്പാറ്റ അല്ലെങ്കിൽ ഒരു ശലഭം അതുമല്ലെങ്കിൽ ഒരു ഷഡ്പദം അതെത്തിക്കുമ്പോഴാണ് പൂവ്, കായ് ഇവയൊക്കെ ഉളവാകണത്. ഇതിൻ്റെ പ്രതീകാത്മ കർമ്മഫലത്തെ വേദവ്യാസൻ എത്ര മനോഹരമായിട്ടാണ് ചിത്രീകരണം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കൂ. അങ്ങനെ 7ാമത്തെ പുത്രൻ ബലഭദ്രസ്വാമി, അദ്ദേഹത്തിൻ്റെ കർമ്മനിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കലപ്പയും ഉലക്കയും കാർഷിക വൃത്തിഭാവങ്ങളെ എന്താണ് ജീവിത സാഹചര്യങ്ങൾ ഉളവാകുവാൻ ഈ ശരീരം നിലനിൽക്കുന്നത് ധാന്യമണികളാൽ ആണ്. ആ ധാന്യത്തെ പൂരിതമാകണം, അതിന് സസ്യങ്ങൾ ഉളവാകണം. ഇത് കാണിച്ചു തരിക ശാസ്ത്രം. വളരെയധികം വീക്ഷണകോണിൽ നിന്ന് നമ്മൾ ഇതിനെ അങ്ങോട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശാസ്ത്രം എത്ര തലാതലങ്ങളിലാണ് അതിൻ്റെ ആ ഒരു ബോധഭാവം ഉയരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. നമ്മുടേത് സംസ്കാരമാണ്, അത് മനസ്സിലാക്കുക. അടുത്ത ഭാവത്തിൽ കൽത്തുറങ്കിലേക്ക് ഭഗവാൻ നാരായണൻ തൻ്റെ സ്വരൂപദർശനം നൽകുകയാണ് വസുദേവ ദേവകികൾക്ക്. അതിന് ഇന്ന ദിനഭാവങ്ങളിൽ ഇന്ന സമയഭാവത്തിൽ ഒരു ശിശുവായിട്ട് ഉദരഭാവത്തിലൂടെ ആവിർഭവിക്കും സ്വപുത്രനായി. കാരണം ആ സമയത്ത് ഇവിടെ നിന്ന് കുറച്ചകലെയുള്ള അമ്പാടി എന്ന ഗ്രാമഭാവത്തിലേക്ക് കൽത്തുറുങ്കുകളിലുള്ള ബന്ധനങ്ങളെല്ലാം വിച്ഛേദിക്കപ്പെടും. യാതൊരു സംശയം വേണ്ട. കൊലയാളി കൂട്ടങ്ങൾ ഒരാളും അറിയുകയില്ല. അതിന് ആ ഒരു സാഹചര്യത്തിൽ അവിടെ കൊണ്ടുപോവുക എന്നെ എന്തിലാ? നല്ല കൊട്ടയിൽ പട്ട് വസ്ത്രങ്ങളിട്ട് എന്നെ അങ്ങോട്ട് കൊണ്ടുപോവുക. എന്നിട്ടോ അമ്പാടിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ വസുദേവ ദേവകീഭാവങ്ങളെപ്പോലെ തന്നെ നന്ദഗോപ
യശോദാഭാവങ്ങൾ. അവിടെ ഒരു പെൺകുട്ടി പിറവി എടുത്തിരിക്കണോ, ആരാ? സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപിണിയായിരിക്കണം മാതാവ്. അതിന് ആ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അതേപോലെ എന്നെ അവിടെ ധന്യമാക്കുക. ഭഗവാന്റെ ആ കർമ്മപദങ്ങൾ എത്ര ശ്രേഷ്ഠമാണ് എന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെ ദിനഭാവങ്ങളിങ്ങനെ എത്തുകയാണ്. എത്തണ മാത്രയിൽ ചിങ്ങപ്പുലരി അങ്ങോട്ട് പിറവിയെടുത്തു. അങ്ങനെ ചിങ്ങമാസത്തിലെ പൊൻപുലരി ഉദിച്ചു നിൽക്കണ സാഹചര്യത്തിൽ വൃക്ഷ ലതാദികൾ തളിരായി, അതേപോലെ പൂവിട്ടു, നല്ല കൈഫലങ്ങൾ വന്നോ. പിന്നെയോ അതിശ്രേഷ്ഠമായിട്ടുള്ള ഓംകാര ശബ്ദസുഖഭാവങ്ങളിൽ കുയിലുകൾ അങ്ങട് യജമാന ഭക്തിയാൽ പ്രണവത്തെ അങ്ങട് പ്രകൃതിയിലേക്ക് ലയിപ്പിച്ചു. മയിലുകൾ യജമാനനെ ശ്രേഷ്ഠമാകുവാൻ നല്ല നൃത്തരസഭാവങ്ങൾ അങ്ങട് അവതരിപ്പിച്ചു. പിന്നെയോ കള്ള മുഴുകുന്ന നദികളിലെല്ലാം പ്രണവാഘാരം ഓംകാരം ഇങ്ങനെ മുഴങ്ങിക്കേട്ടു. അങ്ങനെ പ്രകൃതി തന്നെ യജമാനന് ഭക്തിയിൽ ഇങ്ങനെ ആറാട്ടി നിൽക്കുക. എവിടെയും പരിമളം വീശണ ആ മന്ദമാരുധനം, എവിടെയും നന്മയുറയണ ചൈതന്യങ്ങളും എന്ന് വേണ്ട അത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഭാവത്തിൽ യജമാനന ഭക്തിയാൽ ഈ ലോകം തന്നെ ആഹ്ലാദ ഭാവത്തിലേക്ക് വന്നു നിൽക്കുക. ഈ സാഹചര്യത്തിൽ ദുഷ്ടഭാവങ്ങളിൽ നിന്നുള്ള മൃഗങ്ങൾ ധീനരോധനം മുഴക്കുന്ന, കാരണം എന്താ, ലോകനാഥന ശിഷ്ടരെ രക്ഷിപ്പവനും ദുഷ്ടരെ ഉന്മൂലനം ചെയ്യുന്നവനുമായ സാക്ഷാൽ സൽഗുണമൂർത്തി ചൈതന്യമായിരിക്കണം ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ജന്മഭാവം ഭൂമിയിലേക്ക് അങ്ങടെ അടുക്കണ മാത്രയിൽ ഏകേ നപിസ്വൃക്ഷേണ പുഷ്പിത്തേനോ സുഗന്ധിന വ്യസിനേ വിപിനം സർവസ്വപുത്രേണ കുലം യഥാ. ഏകമായൊരു വൃക്ഷം ആ പ്രപഞ്ചമണ്ഡലത്തിൽ നല്ല ശുദ്ധ ഓക്സിജൻ, തണൽ, നല്ല ഫലങ്ങൾ, നല്ല പൂവുകൾ എന്നിവ നൽകുന്നത് പോലെ ഒരു ഉത്തമമായിട്ടുള്ള പുത്രൻ ആ കുടുംബത്തിൻ്റെ യശസ്സിനെ വളർത്തുന്ന, അതിന് യാഥവ ഭാവത്തിലുള്ള യശസ് അങ്ങോട്ട് വർദ്ധിപ്പിക്കാനായിട്ട് യാദവ കുലജാതനായിരിക്കുക ഭഗവാൻ ആരാ? ശ്രീകൃഷ്ണ പരമാത്മാവ്. ആ ഒരു ഭാവത്തിലേക്കാണ് എത്തിച്ചേരുക. രാത്രിയുടെ രണ്ടാം യാമഭാവത്തിൽ ചൈതന്യസ്വരൂപമായിരിക്കണ ദേവകി വസുദേവ ഭാവത്തിൽ, അതിശ്രേഷ്ഠമായ ദേവകിയുടെ ഉദരഭാവത്തിൽ, അതിന് മുന്നായിട്ട് കൊടുത്ത നിർദ്ദേശം എന്താ? സാക്ഷാൽ നാരായണൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമുണ്ട്. എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് പതിയായിരിക്കുന്ന വസുദേവരിൽ ഏറ്റവും പരമമായ ആത്മഭാവം കൊടുക്കണം എന്നാ പറഞ്ഞത്. എന്നെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഭഗവാനെ മനസ്സിൽ കണ്ടു. അങ്ങനെയാണ് ഭഗവാൻ ദേവിയുടെ ഉദരഭാവത്തിലൂടെ ജന്മം വന്നു ചേരണത്. അങ്ങനെ പരമമായിട്ടുള്ള ആ കർമ്മപഥം ധന്യമായിരിക്കുക. ഭഗവാൻ ജനിച്ച സമയത്തെ പറ്റിയും തുടർന്നുള്ള വർണ്ണനകളെല്ലാം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത്ര വർണ്ണനാതീതമാണ് ഭഗവാൻ. അന്നേരം ഒരിക്കലും എത്ര വർണ്ണിച്ചാലും ഭഗവാന്റെ ലീലകൾ അത്ര പരമമായിട്ട് അതിൻ്റെ ആ രസഭാവത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതിന് അത്ര ചൈതന്യവത്തായിട്ടുള്ള ഒരു മൂർത്തി ചൈതന്യമാണ് ഭഗവാൻ. ഭഗവാൻ അവതാരം ചെയ്ത മാത്രയിൽ നിദ്രയാകണ ദേവിയാൽ കാവൽ ഭടന്മാർ നിദ്രാഭാവത്തെ അവലംബിക്കുകയും ആ ഇരുമ്പ് പൂട്ടുകൾ തനിയെ തുറക്കപ്പെടുകയും, ഇതെല്ലാം പ്രകൃതിയുടെ മായാ പ്രതിഭാസഭാവമാണ്. അവിടെ നിന്ന് നേരെ അമ്പാടിയിലേക്ക് അവിടെ എത്തി ദേവിയെ സ്വീകരിച്ച് തിരികെ അന്നേരം പോകുന്ന വഴിയിൽ അനന്തൻ തൻ്റെ യജമാന
കർമ്മനിധാനത്താൽ അതിചൈതന്യമായിട്ട് കുടയായി നിന്നതും, അതേപോലെ കാളിന്തി തൻ്റെ ജലസ്രോതസ്സിനെ 2 വശത്തേക്ക് മാറ്റി നടപ്പാതയൊരുക്കിയതും, എല്ലാ വൃക്ഷലതാദികളിൽ നിന്നുള്ള പുഷ്പഭാവങ്ങളാൽ കമനീയമായ പട്ടുമെത്തയിൽ കൂടി നടക്കണ പ്രതീതിയായിരുന്നു വസുദേവർക്ക് എന്നാണ്. അത്ര ചൈതന്യഭാവ. ഇനി ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കണില്ല. കൂടുതൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഒത്തിരി അങ്ങ് പോകും. അതിനെക്കുറിച്ച് വിശദീകരിക്കുക. ആരാണ് കൃഷ്ണ പരമാത്മാവ്? ഗർഭഗ്രഹം ശിരപ്രോക്തം അന്ധരാളം സുഖം തഥാ സുഖാസനങ്ങളച്ചൈവ ബാഹുച്ചൈവാർത്തമണ്ഡപം മഹാമണ്ഡപം കുക്ഷസ്യാത് പ്രഹാരം ധ്യാന ജംഗയോഗാത് ഗോപുരം ദേവപാദസ്യാത് ഇത്യേവം ലക്ഷണം ശുഭം എന്നാണ്. അന്നേരം ആരാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്? നമ്മുടെ മെഠുല എന്ന ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന ആ ചൈതന്യഭാവം 1000 രാഗതാളലയങ്ങളുടെ ചൈതന്യം സ്ഫുരിക്കണ ആ സഹസ്രാര പത്മമാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. അന്നേരം 16,008 ഭാര്യമാരെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരാരാണ്? 16,000 നാഡീവ്യൂഹങ്ങളും അതിൽ ഉൾപ്പെട്ടിരിക്കണ അതിചൈതന്യവത്തായിരിക്കണ സുഷുമ്ന, ഇഡ, പിങ്കള 3 പ്രധാന മർമ്മകേന്ദ്രങ്ങളും, ഇനി 5 പ്രധാന പത്നിമാരെന്ന് പറയുമ്പോൾ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയ പഞ്ചപ്രാണനുകൾ. ഇനി 10 പുത്രന്മാർ എന്ന് പറയുമ്പോൾ ഓരോ നാഠികളും 10 പിരിയണുണ്ട്. ആ ഭാവം രാഗഭാവത്തെ എന്താണ്? പുത്രഭാവത്തിൽ. അന്നേരം നമ്മുടെ ശരീരത്തിൽ ഉളവായിരിക്കണ ചൈതന്യഭാവമാണ് ആര്? ഭഗവാൻ എന്നുള്ളത്. അന്നേരം ആ ചൈതന്യത്തെ ഉണർത്തുമ്പോഴാണ് ഏറ്റവും ഒരു മനുഷ്യൻ അവൻ്റെ പൂർത്തീകരണമായിട്ടുള്ള ഭാവ തലത്തിലേക്ക് എത്തിച്ചേരുക. അതിനെ ഉണർത്തുവാനാണ് അതീന്ദ്രിയ ജ്ഞാനഭാവത്തെ ഉണർത്തുക. അങ്ങനെ ഉണർന്നു കഴിഞ്ഞാൽ അവൻ ആത്മീയതയിലൂടെ ഭൗതികമായ കർമ്മതലങ്ങളിലൂടെ അവന് 13.20 ഡിഗ്രി അളവിൽ ഈ പ്രപഞ്ചമാകുന്ന മണ്ഡലത്തിൽ മുന്നേറുവാൻ, ജയിക്കുവാൻ സാധിക്കും എന്നുള്ളത് ശ്രീകൃഷ്ണൻ കാണിച്ചു തരികയാണ്. അല്ലെ ദിവ്യ ആത്മചൈതന്യം കാണിച്ചു തരികയാണ്. അതിലൂടെ നമ്മളൊന്ന് നടന്നു നോക്കുക. അന്നേരം രാധ എന്ന് പറയുമ്പോൾ ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കണുണ്ടാവും. രാധ എന്ന് പറയുന്നത് ശരീരബന്ധമല്ല, വലുത് മനസ്സിൻ്റെ ബന്ധമാണ്. അന്നേരം ശരീരത്തിനല്ല, പിന്നെയോ മനസ്സിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടുന്നത്. അന്നേരം മനസ്സിനെയാണ് ഉയർത്തേണ്ടുന്നത്. ഈ മനസ്സിനെ ഉയർത്തണം എന്ന് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കംസനെ പോലുള്ള അസുരിക ഭാവങ്ങൾ അവിടെ വളരുക. അല്ല, ആ കംസനെ പോലുള്ള അസുരഭാവങ്ങളിൽ നിന്നുള്ള മോക്ഷം മനസ്സിന് വന്നു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, മനസ്സ് ദീപിക്കപ്പെടുകയും ശ്രേഷ്ഠമായിട്ടുള്ള കൃഷ്ണ പരമാത്മാവ് നമ്മളിൽ കൂടി ചൈതന്യവത്തായി തീരുകയും ചെയ്യും. ഈ ഒരു കർമ്മതലത്തെ എത്ര ശ്രേഷ്ഠമായിട്ടാണ് വേദവ്യാസ ഇതിഹാസം നമ്മൾക്ക് കൃഷ്ണാവതാരത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. എത്ര ധന്യമായിരിക്കണോ നമ്മുടെ ശാസ്ത്രങ്ങളും പുരാണങ്ങളും. ഇത് പഴഞ്ചൊല്ലല്ല, അന്ധവിശ്വാസമല്ല, പിന്നെയോ അനാചാരമല്ല, നമ്മളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രവിധാനമാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ. ആ ഒരു കർമ്മവിജയെ തൊട്ടുണർത്തുവാൻ എല്ലാവർക്കും നല്ലൊരു ശ്രീകൃഷ്ണ ജയന്തി ദിന ആശംസകൾ നേർന്നുകൊണ്ട്, അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വ്യത്യസ്ത വീഡിയോകളും നിങ്ങൾക്കരികിലെത്തുന്നതാണ്. അന്നേരം മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.